ഒരു റിലേഷൻഷിപ്പ്, ഒരു പുതിയൊരു വ്യക്തിയെ എൻ്റെ ലൈഫിലേക്ക് വേണം എന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും പോസിബിൾ ആണോ? ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് അങ്ങനെ ടെക്നിക്ക് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ആകർഷിച്ചെടുക്കാം. അങ്ങനെ ആൾക്കാർ സമീപിക്കാറുണ്ടോ? ഐ നീഡ് എ ഗുഡ് റിലേഷൻഷിപ്പ്. എത്രയോ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. നല്ല കുട്ടികളുടെ വെളുത്ത കുട്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നവർ സുഖമായിട്ട് സംഭവിക്കും. നിങ്ങൾ ഫോട്ടോ എടുത്തു വെച്ച പോലുള്ള കുട്ടികൾ എത്രയോ എൻ്റെ ക്ലാസ്സിൽ വന്ന ആൾക്കാർ എത്രയോ അനുഭവം വേറെയും പറയാനുണ്ടാവും. നിങ്ങൾ ഡെലിവറി കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇന്ന കുട്ടി വേണമെന്നുണ്ട്, ആ കുട്ടിയുടെ ഫോട്ടോ പലപ്പോഴും പറ്റിപ്പോയിട്ടില്ല വെച്ചാൽ അതേപോലുള്ള കുട്ടിയൊക്കെ ജനിച്ചിട്ടുണ്ട്, അതുപോലുള്ള കുട്ടി. നിങ്ങൾ ഫോട്ടോയിൽ എങ്ങനെയുള്ള കുട്ടിയാണോ വെച്ചിട്ടുള്ളത് അതേ കുട്ടി അവസാനം പ്രശ്നങ്ങൾ നടന്ന കുടുംബങ്ങളുണ്ട്. അയാൾ 30 വയസ്സായി കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു സാറേ കല്യാണം കഴിക്കണം. അപ്പോൾ ഞാൻ ഏത് കുട്ടി, ഏത് ടൈപ്പിൽ കുട്ടി വേണം? അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു ഫോട്ടോ ഇതുപോലത് മതി. ഏപ്രിൽ 4-ാം തീയതിയോ 5-ാം തീയതിയോ ഈ കുട്ടിയുടെ അച്ഛൻ ഇവരെ വീട്ടിൽ വന്ന് ചോദിക്കുകയാണ്, അവൻ കല്യാണമായിട്ടില്ല ഇതുവരെ, മോക്ക് താല്പര്യമുണ്ട്, നമുക്ക് കഴിച്ചിടാം. ഇപ്പോൾ വിനിയാന്ന് സംഭവിച്ചു. മദ്രാസിൽ ഒരാൾ അങ്ങനെ തന്നെ വെച്ചിട്ട് ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇന്നിപ്പോൾ അവർ പെണ്ണ് കാണാൻ പോയി, അതേ ഫോട്ടോ എനിക്ക് അയച്ചു, ഓൾമോസ്റ്റ് സെയിം. റിയൽ, ടേക്ക് ഇറ്റ് ഫ്രം മീ, നൗ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആൻഡ് സീ. എഴുതി വെച്ചതെല്ലാം സംഭവിക്കും. അതെ. അപ്പോൾ റിലേഷൻഷിപ്പുകൾ, എല്ലാവർക്കും നല്ല റിലേഷൻഷിപ്പുകൾ, റൊമാൻറ്റിക് ആയ, വർക്കിംഗ് ആയ, നല്ല ഹെൽത്തി ആയ റിലേഷൻഷിപ്പുകൾ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. ചിലപ്പോൾ ഒരിക്കൽ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതും ഇതുപോലെ വർക്ക് ചെയ്യുമോ? ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ് എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന്, അത്രയധികം ആഗ്രഹിച്ചാൽ അത് കിട്ടും എന്നാണ്? 100%. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ ഒരു റിലേഷൻഷിപ്പ് മാസ്റ്റർ എന്നൊരു ക്ലാസ് നടക്കുന്നുണ്ട്. 4 മാസമായിട്ട് പല ടൈപ്പ് ആൾക്കാരാണ്. അതിലൊരു 4 പേര് എടുത്തു പറയാം. ഇന്ന് അവർ ലൈഫിൽ ആസ്വദിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഹസ്ബൻഡിലുണ്ടായ ചേഞ്ചസ്, അവരിലുണ്ടായ ചേഞ്ചസ്, ഇപ്പോഴും ക്ലാസ്സിൽ ഹസ്ബൻഡും വൈഫും 2 പേരും വന്നിരിക്കുന്ന ക്ലാസ്സുകളുണ്ട്. ഞാനതിന് മറ്റൊരു ഇതിലിപ്പോൾ പബ്ലിക്കിൽ അങ്ങനെ പറയുന്ന ഒരുപാട് ഇതുണ്ട് അതിനകത്ത്. റിലേഷൻഷിപ്പിലൊക്കെ 100% നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ വിഷയം എവിടെയെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നല്ല റിലേഷൻഷിപ്പ് വേണം അല്ലേ? എന്താണ് ഈ നല്ല റിലേഷൻഷിപ്പ്? ഡിഫൈൻ ഉണ്ടോ? എന്താണെന്നറിയോ ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്തറിയോ, നിങ്ങൾ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സ്ത്രീ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, എൻ്റെ ഭർത്താവ് എന്നോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം അല്ലേ? സാധാരണ സ്ത്രീയുടെ ഒരു സാധാരണ അല്ലേ, എന്നെ കെയർ ചെയ്യണം, എന്നെ അറ്റൻഷൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം അല്ലേ? ഇതല്ലേ യഥാർത്ഥ ആവശ്യം? ശരിയാണല്ലോ. പക്ഷെ ഞാൻ എന്താണ് പറയുന്നത് എന്നത് എവിടെയാണ് ഡിസൈൻ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് എല്ലാം ഭർത്താവ് കേൾക്കണം എന്നാണോ? ഞാൻ എന്ത് ഭർത്താവിനോട് പറയുന്നു എന്നതിൻ്റെ വിഷയമല്ലേ? ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഫാമിലി പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫാമിലിയിൽ വരുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. പരസ്പരമുള്ള ആശയവിനിമയം നടക്കാത്തത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ത്രീകൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ചുറ്റി വളഞ്ഞേ സംസാരിക്കുള്ളൂ. അങ്ങനെ അത് ഒരാൾ തെറ്റല്ല, അങ്ങനെയാണ് വൈഫ്. പക്ഷെ ഭർത്താക്കന്മാർ സ്ട്രെയിറ്റാണ്. പുരുഷന്മാരെപ്പോഴും ഒറ്റ വെട്ടൊന്ന് തുണ്ടനുണ്ട് പറഞ്ഞ പോലെ, സാധാരണ പറഞ്ഞ പോലെ അങ്ങനെയാണ്. ഇത് രണ്ടും നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഇല്ലേ, സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെയാണ് ഒരു നല്ല ഹാപ്പി ലൈഫ് വരുമ്പോൾ ഭർത്താക്കന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ ലിസൺ ഫസ്റ്റ്. ഭാര്യയെ കേൾക്കുക. വേറൊന്നും ഭാര്യയ്ക്ക് ആവശ്യമില്ലെന്ന് സത്യമായിട്ട് എല്ലാവരും മുമ്പിൽ പറയാം. എൻ്റെ ഭാര്യയ്ക്കായാലും മറ്റുള്ളവർക്കും ഭാര്യമാർക്ക് ആവശ്യം അവരൊന്ന് കേൾക്കുന്ന ഒരാളെയാണ്. നിങ്ങൾ കേട്ടാൽ മതി, മറുപടി ഒന്നും പറയേണ്ട, സൊല്യൂഷൻസ് ഒന്നും വേണ്ട. അവർക്കത് നിങ്ങൾ സൊല്യൂഷനേ ചോദിക്കുന്നില്ല. ഭാര്യമാർ സൊല്യൂഷൻ ചെയ്ത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് കേൾക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ദാമ്പത്യം. ഒരാൾക്കും ഒന്നും കൊടുക്കേണ്ടതില്ല, ഒന്നുമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടെ ദാമ്പത്യം വിജയിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇമോഷണലാണ് എപ്പോഴും. മനുഷ്യൻ എപ്പോഴും ഇമോഷണലാണ്. ഭാര്യ ഇമോഷണലി ചേഞ്ച് ആയി എന്ന് സെൻസ് ചെയ്യാൻ പറ്റാത്ത ഭർത്താവ് ഫീലാവും തിരിച്ചു അല്ലേ? എപ്പോഴും നമ്മൾ ഇമോഷണൽ ചേഞ്ച് ആകുമ്പോൾ അവിടെ ഇപ്പം 2 കൈയും തമ്മിൽ അടിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഒന്നടിക്കാൻ വന്ന് ഇവിടെ നിന്ന് കൊടുത്താൽ അത് ശബ്ദം കുറയും അല്ലേ? ഒരു കാര്യം തീരുമാനിക്കേണ്ടത് വെച്ചാൽ,
ഭാര്യ ഭർത്താവായി എന്ന് വെച്ചാൽ വെറും ഒരു ബന്ധമല്ല, അതിനപ്പുറത്തേക്ക് അത് വലിയൊരു മൂല്യമുള്ള സംഭവമാണ്. ഇവിടെ ഏറ്റവും അണ്ടർസ്റ്റാൻഡിങ്, ഏറ്റവും അടിസ്ഥാന തത്വം അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലേ? എൻ്റെ ഭാര്യയായി ഞാൻ ഭർത്താവായി എന്നുള്ള കണ്ടീഷൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടല്ല, അല്ലേ? ഇവർ രണ്ടല്ല, ഒന്നാണ്. അപ്പോൾ എൻ്റെ കുറവുകളും കഴിവുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും, സംഭവിക്കണമല്ലോ. പക്ഷെ ഇത് പലപ്പോഴും ആൾക്കാർ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. അവിടെ മാത്രം ഒന്ന് അലൈൻമെൻറ്റ് ചെയ്താൽ മതി. ഇതാണ് ഞങ്ങൾ പ്രാക്ടീസ്. അപ്പോൾ ഞങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാൽ തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റും. അതെ. അപ്പോൾ ഈ പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യുന്നതും, ഇപ്പോൾ പിരിഞ്ഞു പോകുമെന്ന് എല്ലാവരും വിചാരിച്ച ബന്ധങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നതും ഇതിൽ പോസിബിൾ ആണ്. വളരെ സിമ്പിളാണ്. കാരണം എന്ന് വെച്ചാൽ എന്തോ ഇപ്പം എന്തായിരിക്കും ആക്ച്വലി പ്രശ്നം തരും? 90% ഫാമിലി റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഓൺലി വൺ തിങ്സ് ആണ്. അവിടെ ഈഗോ മാത്രമേ ഉള്ളൂ, പരസ്പരമുള്ള ഈഗോ മാത്രമേ. എവിടെ വെച്ച് എടുത്തുകൊണ്ടുള്ളൂ നിങ്ങൾ കമ്പയർ ചെയ്താൽ ഈഗോ എന്ന് വെച്ചാൽ ഞാൻ ബാഡ് എന്നല്ല പറയണത്, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത് വിട്ടുകൊടുത്താൽ മാത്രം മതി. ഈ ഒരു പോയിന്റിലേക്ക് രണ്ടുപേരും എത്തിയാൽ മതി, ഫിക്സ് ആണ്. എത്രയോ ഫാമിലികൾ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. വയസ്സ് 60-65 വയസ്സായ ആൾക്കാരൊക്കെ ഇന്ന് ഡൈവേഴ്സ് ചെയ്ത് വന്ന ആൾക്കാരുണ്ട്. ഞാനതിൻ്റെ റിയാലിറ്റി മാത്രമേ പറയൂ. ഞാൻ എൻ്റെ ഇപ്പം ഞങ്ങളുടെ ഫാമിലി വളരെ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ വരുമ്പോൾ എവിടെ പോകുമ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്യും, എല്ലാ തിരക്കുകളും ഞങ്ങൾ ഒന്നിച്ചാണ്. എന്ന് വെച്ചാൽ അത് എപ്പോഴും എന്താ വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നത് ദാമ്പത്യത്തിന് എഗനിസ്റ്റാണ്, അല്ലേ? നേരത്തെ പറഞ്ഞു പ്രീ മാരിറ്റൽ അഫെയർ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ടെമ്പററി ഉള്ള സുഖത്തിന് വേണ്ടി മാത്രം കണ്ടെത്തുന്നത്. അത് പോകുന്നവർക്കും വിഷമമാണ്, പോയവർക്കും വിഷമമാണ്. കാരണം എന്താ, മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യൻ ആക്ച്വലി മനുഷ്യൻ്റെ ബ്രെയിനൊരു പ്രത്യേകത ഉണ്ട്. മനുഷ്യൻ്റെ ബ്രെയിൻ കാലങ്ങളായിട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ അവൻ ഈ കണ്ടീഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അവനാകെ സർവൈവൽ മാത്രമേ അറിയുള്ളൂ. പുലി ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കാട്ടിലൂടെ നടക്കുമ്പോൾ, ഗുഹയിൽ താമസിച്ച് കാട്ടിലൂടെ വേട്ടക്കിറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവൻ ആദ്യം നോക്കുക ഹൗ ടു എസ്കേപ്പ് ഫ്രം ഹിയർ എന്നാണ്, അല്ലേ? പുലി ആയിരിക്കാമെന്നേ അവൻ്റെ ചിന്തയുള്ളൂ. അവിടെ മാനായിരിക്കാമെന്ന്, അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു പുലി അല്ലെങ്കിൽ ഒരു മാൻ, ഇത് മാത്രമേ അവൻ ചിന്തിക്കുള്ളൂ. അപ്പോൾ മാനാണെങ്കിൽ അല്ലെങ്കിൽ മുയലാണെങ്കിൽ അതിനെ പിടിക്കണം, പുലിയാണെങ്കിൽ ഓടണം. ഇത് രണ്ട് ചിന്ത അവനുള്ളൂ. ഇത് അവനിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ പ്രീ മാരിറ്റൽ അഫെയറും ഇതിൽപ്പെട്ടതാണ്. മുയലാണോ മാനാണോ പുലിയാണോ എന്നുള്ള വിഷയം. അപ്പം അതിലേക്ക് പോകണില്ല നമ്മൾ. ഇതൊക്കെ സ്വാഭാവികമായ പ്രക്രിയയാണ്. അതൊക്കെ നമ്മൾ പരസ്പരം നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്താലുണ്ട്. അപ്പോൾ ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞാണ്, ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, സാറേ എൻ്റെ ഭർത്താവിന് മറ്റാരുമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ സംശയിക്കാനുള്ള കാരണം? സംശയിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇപ്പോഴെന്നോടുള്ള അടുപ്പം കുറഞ്ഞു വരുന്നു, അല്ലേ? അപ്പം നിങ്ങൾ അങ്ങോട്ടുള്ള അടുപ്പം കൂട്ടിയോ? ഇല്ല, പുള്ളി അടുക്കാത്തതുകൊണ്ട് ഞാനും ഇപ്പം അടുക്കണില്ല. അവിടെ എന്താ സംഭവിച്ചത്? ഗ്യാപ്പ് ഉണ്ടായല്ലോ. അപ്പം അതിന് സംശയത്തിന് കാരണം ഒന്നുമില്ല. പുള്ളി കള്ളുകുടിക്കും ഇല്ല, മദ്യപാനമില്ല, ഒരു ദുശീലവും ഇല്ല, ഇത്രയും കാലമില്ല. ഇപ്പം സംശയം മാത്രമേ ഉള്ളൂ. അതിന് തെളിവുണ്ടോ? തെളിവില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചു വരുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്ന വിഷയങ്ങൾ. ഒറ്റ കാര്യമുള്ളൂ, ഇത് എല്ലാവർക്കും മാറ്റാവുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഫാമിലി ലൈഫിൽ നോക്കേണ്ടത്. ഒന്ന് പ്യുവർ കമ്മ്യൂണിക്കേഷൻ, തുറന്ന് പറയുക. കാരണം ജീവിത പങ്കാളിയാണെന്നുള്ളത് സത്യത്തിൽ തുറന്ന് പറയുക. പിന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. രണ്ടും വേണം. ഒരാൾ തെറ്റ് ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്ന കുറ്റക്കാരാണ്. അതെ. ഇതിപ്പോൾ ഒരുമിച്ചുള്ള ദമ്പതികളുടെ കാര്യമാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ഒരു റിലേഷൻഷിപ്പ്, ഒരു പുതിയൊരു വ്യക്തിയെ എൻ്റെ ലൈഫിലേക്ക് വേണം എന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും പോസിബിൾ ആണോ? ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് അങ്ങനെ ടെക്നിക്ക് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ആകർഷിച്ചെടുക്കാം. അങ്ങനെ ആൾക്കാർ സമീപിക്കാറുണ്ടോ? ഐ നീഡ് എ ഗുഡ് റിലേഷൻഷിപ്പ്. എത്രയോ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്ത് ലോ ഓഫ്. നമ്മൾ ഓരോന്നും അങ്ങനെ ഓരോന്നും പ്രാക്ടീസ്, നല്ല കുട്ടികളുടെ വെളുത്ത കുട്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നവർ സുഖമായിട്ട് സംഭവിക്കും. കൃത്യാസിറ്റീസ് നിങ്ങൾ ഫോട്ടോ എടുത്തു വെച്ച പോലുള്ള കുട്ടികൾ എത്രയോ, എൻ്റെ ക്ലാസ്സിൽ വന്ന ആൾക്കാർ എത്രയോ അനുഭവം വേറെയും പറയാനുണ്ടാവും. നിങ്ങൾ ഡെലിവറി കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇന്ന കുട്ടി വേണമെന്നുണ്ട്, ആ കുട്ടിയുടെ ഫോട്ടോ പലപ്പോഴും പറ്റിപ്പോയിട്ടില്ല വെച്ചാൽ അതേപോലുള്ള കുട്ടിയൊക്കെ ജനിച്ചിട്ടുണ്ട്. അതുപോലുള്ള കുട്ടി നിങ്ങൾ ഫോട്ടോയിൽ എങ്ങനെയുള്ള കുട്ടിയാണോ വെച്ചിട്ടുള്ളത് അതേ കുട്ടി അവസാനം പ്രശ്നങ്ങൾ നടന്ന കുടുംബങ്ങളുണ്ട്. ഇതെങ്ങനെ ഈ കുട്ടി വന്നത് ഇല്ലേ? അപ്പോൾ അങ്ങനെ ആയി എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം പോസിബിളാണ്. ഇതൊന്നും മറ്റൊന്നും അല്ലെന്ന്. ഇതെല്ലാം നമ്മൾ ഒരു കുട്ടിയെ ജനിപ്പിക്കുമ്പോൾ
നമ്മൾ പാലിക്കേണ്ട കുറേ തത്വങ്ങളുണ്ട്, കടമകളുണ്ട്. അത് നമ്മൾ അതുകൂടെ എല്ലാം സ്നേഹമാണെങ്കിൽ, ഇപ്പോൾ നോക്കൂ, നമ്മൾ ഒരു ഉദാഹരണം എടുക്കാം. ഒരു വെളുത്ത ആളും കറുത്ത ആളും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മൾ ആരെയാണ് ആദ്യം നോക്കുക? സ്വാഭാവികമായിട്ട് കളർ കോംപ്ലക്ഷൻ അല്ലെങ്കിൽ ആൾക്കാർ അതിന് ആളുടെ വെളുത്തതോ കറുത്തതോ എന്നതിനപ്പുറത്തേക്ക് ആരിലാണ് ഫയർ കോംപ്ലക്സ്, അതായത് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത് എന്നുള്ള വിഷയം. കളറല്ല, അതിനപ്പുറത്തേക്ക് ഒരു അട്രാക്ഷൻ അല്ലേ? അത് എവിടുന്നാ വരിക? നമ്മളുടെയും അവരുടെയും മൈൻഡ് സെറ്റ് അലൈൻ ആകുമ്പോഴാണ്, അല്ലേ? അപ്പോൾ ഇപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഫുള്ളിന് ഒരു നെഗറ്റീവ് ഒരാളിങ്ങനെ അല്ല, നെഗറ്റീവ് ഒന്നുമില്ല, ഒരാൾ റോട്ടിൽ നടന്നു പോവാണ്, നമുക്ക് അയാൾ കാണും, അയാൾ കൊള്ളാലോടി എന്ന് പറയും. നമുക്ക് അയാൾ അറിയ പോലുമില്ല. പക്ഷെ മറ്റൊരാൾ നടന്നു പോകുമ്പോൾ നമ്മൾ എന്തുവാണ് ഇയാളിങ്ങനെ എന്ന് പറയും, അല്ലേ? ഈ രണ്ട് വ്യക്തിയെ നമുക്കറിയില്ല, നമ്മളുടെ കാഴ്ചപ്പാടാണ്, ഇത് നമ്മളിലുള്ളതാ. പക്ഷേ ഓൾമോസ്റ്റും ആ ആളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അതേ അനുഭവമായിരിക്കും ഉണ്ടാവുക, അല്ലേ? ആ ആളുമായി പിന്നെ ഫ്യൂച്ചറിൽ എപ്പോഴും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ട അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇത് എനർജി എക്സ്ചേഞ്ച് ആണ്. നമ്മുടെ ഓറയും അവരുടെ ഓറയും തമ്മിൽ കണക്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ്രേഷനാണ്. പക്ഷെ ആ ആള് മറ്റൊരാൾക്ക് സംഭവിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇതൊക്കെ എത്തും. അപ്പം അതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്താ ചെയ്യുക വെച്ചാൽ, നമുക്ക് എന്താണോ വേണ്ടത്, നേരത്തെ പറഞ്ഞില്ലേ, വിഷ്വലൈസ്. നമ്മൾ അത് എങ്ങനെ വേണം ഡിസൈൻ ചെയ്യുക, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക, പിന്നെ ഓട്ടോമാറ്റിക്കായി സംഭവിച്ചോളും. സംഭവിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരാൾ എൻ്റെ ക്ലാസ്സിൽ വന്ന് എന്നോട് പറഞ്ഞു വെച്ചാൽ, അയാൾ 30 വയസ്സായി, കല്യാണം കഴിച്ചിട്ടില്ല, പെൺ കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ കല്യാണം കഴിക്കണം. അപ്പോൾ ഞാൻ ഏത് ടൈപ്പിൽ കുട്ടി വേണം? അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച കണ്ടീഷൻസ് തന്നെ. ഞാൻ പറഞ്ഞു ഓക്കെ, അതായത് കാര്യം ചെയ്യും, എനിക്ക് വേണ്ട ടൈപ്പിലുള്ള കുട്ടീനെ ഏകദേശം ഒന്ന് കൊണ്ടുപോകാം. അങ്ങനെ പുള്ളി അങ്ങനെ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഫോട്ടോ ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു പകയൽ ബന്ധത്തിൽപ്പെട്ട ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിയുടെ ഫോട്ടോ ഇതുപോലത് മതി, അതുപോലെ ഒരു ഫോട്ടോ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 1.5 വർഷം മുമ്പാണ്. ഇപ്പോൾ ആയതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് വേണ്ട പോലെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഇപ്പോൾ എല്ലാവരോടും ഞാൻ കൊടുത്ത് ഫോട്ടോ ഉണ്ടാക്കാൻ പറയണേ. അപ്പോൾ എന്ന് വെച്ചത് ഇപ്പോൾ പിന്നെ ഞാൻ സംഭവിച്ചു, മദ്രാസിൽ ഒരാൾ അങ്ങനെ തന്നെ വെച്ചിട്ട് ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇന്നിപ്പോൾ അവർ പെണ്ണ് കാണാൻ പോയി, അതേ ഫോട്ടോ എനിക്ക് അയച്ചു, ഓൾമോസ്റ്റ് സെയിം ഫോട്ടോ എടുത്ത് വെച്ച സ്വയം. ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല, അവർ അതിൻ്റെ സിസ്റ്റം, അതൊക്കെ യൂണിവേഴ്സൽ. ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ നിയമങ്ങളിൽ വരുന്ന കാര്യം. ഇവർ എന്നിട്ട് ഈ കുട്ടി ഡിഗ്രി പഠിക്കുകയായിരുന്നു, 30 വയസ്സായ ഇവൻ ഇതുപോലത്തെ കുട്ടി വെച്ച് ഇതുപോലത്തെ കുട്ടി വേണം. അപ്പോൾ താഴെ എഴുതി വെച്ച വാക്കാണ്, ഇതുപോലുള്ള ഒരു സ്ത്രീയെ ഇന്ന് ഡിഗ്രി ഒക്കെ ക്വാളിഫിക്കേഷനുള്ള കുട്ടിയെ ഇന്ന സമയത്ത് ഏപ്രിൽ 2024 തോന്നുന്നു, ഏപ്രിൽ 26 ഏറ്റവും കല്യാണം നടത്തി കിട്ടിയത് നന്ദി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. 21 ദിവസം പ്രാക്ടീസ് ആയിരുന്നു. ഏപ്രിൽ 4-ാം തീയതിയോ 5-ാം തീയതിയോ ഈ കുട്ടിയുടെ അച്ഛൻ ഇവരെ വീട്ടിൽ വന്ന് ചോദിക്കുകയാണ്, അവൻ കല്യാണമായിട്ടില്ല ഇതുവരെ, മാവക്ക് താല്പര്യമുണ്ട്, നമുക്ക് കഴിച്ചു കളയാം. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഞാനിത് ജസ്റ്റ് ഒരു ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും. അതെ. അപ്പോൾ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം ഒരു മെഡിക്കൽ കണ്ടീഷൻസ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ നമുക്ക് ഈ ഒരു കാലൊടിയുന്നത് പോലെ, പനി വരുന്നത് പോലെ ഒരു മെഡിക്കൽ കണ്ടീഷനുകളാണ്. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട്, എനിക്കിത് മാറുകയാണ്, എനിക്കിതില്ല എന്നുള്ള തോട്ട് കൊണ്ട് മാറുമോ?